Okay, good morning. Good morning, teacher. വേറെ ആരെയും കണ്ടില്ലല്ലോ. ഓക്കെ, എവിടെ വരെയായി പഠനമൊക്കെ? പഠിക്കുന്ന ടീച്ചർ. പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു HA1-ന്റെ ഫൈനൽ എക്സാം. അപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, എളുപ്പമായിരുന്നു. എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടീച്ചറാണോ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടും? എന്തോ? ടീച്ചറാണോ എല്ലാ ക്വസ്റ്റ്യൻസും ഇടും? ഇല്ലില്ല, ക്വസ്റ്റ്യൻസ് പുറത്തുനിന്ന് വരുക. നമ്മൾ ഒരുവിധം പഠിച്ച് ഇമ്പോർട്ടന്റ് ഏരിയ ഒക്കെ തന്നെ പറഞ്ഞ ഒരു ഇതിൽ നിന്നൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും എന്തായാലും നിങ്ങളുടെ ഈ പ്രിന്റഡ് നോട്ട് ബേസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. എക്സ്ട്രാ അങ്ങനെ ഇല്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ഡെഫിനിഷൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ളത് നമ്മൾ നോട്ടാക്കി ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ളു. എന്തായാലും ഈ പ്രിന്റഡ് ബേസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ പ്രിന്റഡ് നോട്ട് ആയിരിക്കും. അല്ലാതെ അതിന്റെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാം ഇതിനകത്ത് ടോപ്പിക് വൈസ് തന്നെയായിരുന്നു. എക്സാം ഒക്കെ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കപ്പോ നന്നായിട്ട് പഠിച്ച് ഇനിയിപ്പോ കുറച്ച് എന്താ പറയാ, നിങ്ങളുടെ റിവിഷൻ ഏകദേശം കഴിയാറായി. ഇനി നമുക്ക് ലാസ്റ്റ് 2 ചാപ്റ്ററും കൂടിയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മോർച്ചറി സർവീസ് ആയിരുന്നു അല്ലെ? മോർച്ചറി സർവീസിന്റെ താഴെ ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, ഓട്ടോപ്സി. ഓട്ടോപ്സി വരെയല്ലേ പറഞ്ഞത്? അതിന്റെ 1-2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. പിന്നെ ഒരു 2 ചാപ്റ്റർ ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാനുള്ളത് ആംബുലൻസ് സർവീസ് ആണ്. അതിൽ നിന്നും കൂടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു എഴുതിയത്? ഫ്രൈഡേ ഞാൻ ആബ്സെന്റ് ആയിരുന്നു ടീച്ചർ. എന്ന് പറഞ്ഞേ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫ്രൈഡേ ഇല്ലായിരുന്നു ഞാൻ ടീച്ചർ, ഞാൻ ആബ്സെന്റ് ഇല്ലായിരുന്നു ടീച്ചർ. ഇല്ലായിരുന്നു. ജിനു, നമ്മൾ എഴുതിയ കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ജിനു ഉണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, നമുക്കെന്നാ ഓട്ടോപ്സി അവിടെ വരെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം കേട്ടോ. ഓക്കെ, ഓക്കെ, എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18. An examination of a body, an examination of a body, an examination of a body after death is called dash. An examination of a body after death is called dash. ഓട്ടോപ്സി. ഓക്കെ, ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെത്ത് ആയതിനു ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നതിനാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. നമ്മൾ അത് എഴുതിയായിരുന്നു. ആൻ എക്സാമിനേഷൻ ഓഫ് എ ബോഡി ആഫ്റ്റർ ഡെത്ത് ഈസ് കോൾഡ് ഓട്ടോപ്സി.
Autopsy literally meaning self-study of corpus is carried out for clinical as well as medico-legal purpose. നമ്മൾ പറഞ്ഞു autopsy 2 types ഉണ്ട്. Clinical autopsy ഉണ്ട്. Next, MI autopsy, medico-legal autopsy. അങ്ങനെ 2 types of autopsy ഉണ്ടെന്ന് പറഞ്ഞു. Okay, clinical autopsy ഉണ്ട്. Medico-legal autopsy അല്ലെങ്കിൽ ML autopsy. Next എഴുതിക്കോ. Next question. Clinical autopsy loosely termed as dash. എന്നറിയപ്പെടുന്ന ക്ലിനിക്കൽ ഓട്ടോപ്സി loosely termed as pathological autopsy. Pathological autopsy. Pathological autopsy. Pathological autopsy. നമ്മൾ പറഞ്ഞു clinical autopsy, loosely termed as pathological autopsy, is carried out to the diagnose the disease which has leads to mortality when antemortem effort has failed. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, നമ്മള് ആന്റിമോർട്ടം എഫേർട്ട്, മരണത്തിന് മുൻപുള്ള ശ്രമങ്ങളൊക്കെ പരാജയമാകുമ്പോൾ ആ മരണത്തിലേക്ക് നയിക്കുന്ന ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ നോക്കിയേ, ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. അവിടെ എന്ത് രോഗം മൂലമാണ് മരിച്ചത്, അപ്പൊ ആ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക. അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നതിന്റെ എന്താ പറയാ എയിം എന്ന് പറയുന്നത്. ലീഡ് ടു ദ മോർട്ടാലിറ്റി വെൻ ദ ആന്റിമോർട്ടം എഫേർട്ട് ഹാസ് ഫെയിൽഡ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം, ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡാസ്. എന്ത് ഡയഗ്നോസ് ചെയ്യാനാണ്? ഡയഗ്നോസ് ദ disease which has leads to the mortality. ഡെത്തിലേക്ക് നയിക്കുന്ന ആ രോഗം, എന്ത് രോഗം മൂലമാണ് മരിച്ചത്, അപ്പൊ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ആ സെന്റൻസ് ഒന്ന് നോക്കിക്കോട്ടോ. Then clinical autopsy is carried out to diagnose the disease which has lead to the mortality when antemortem effort have failed. നെക്സ്റ്റ് ഇതിനകത്ത് പർപ്പസ് തന്നേക്കുന്നത് അത് തന്നെയാണ്. നോക്കിയ പർപ്പസ് എന്തൊക്കെയാ? ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ്. ആ നേച്ചർ എന്താണ്, ആ ഡിസീസിന്റെ നേച്ചർ എന്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ഹാസ് ലീഡ്സ് ടു ഡെത്ത്, അല്ലെ ഡെത്തിന് കാരണമാകുന്ന ആ ഡിസീസ്, അതിന്റെ നേച്ചർ, സ്വഭാവം, ആ നേച്ചർ എന്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്തത്. അതാണ് ഒന്നാമത്തെ പർപ്പസിൽ വരുന്നത്. വെൻ ആന്റിമോർട്ടം എഫർട്ട് അറ്റംപ്റ്റ്സ് ഫൗണ്ട് ഫെയിൽഡ്. രണ്ടാമത്തെ പോയിന്റ്, ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ്. പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ്സ് ടു ഡെത്ത്. ഡെത്തിന് കാരണമാകുന്ന ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. Even when the diagnosis has been established prior to death. മരണത്തിന് മുമ്പ് രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടാൽ, പിന്നെ കാരണം കൊണ്ടാണ് എന്താ പറയാ മരിച്ചത് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ പോലും മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ രണ്ട് പർപ്പസാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ്സ് ടു ഡെത്ത്. Second one, the study pathology of the disease which has led to death. Pathology പഠിക്കാൻ വേണ്ടിയിട്ട് നേച്ചർ, ആ ഡിസീസിന്റെ നേച്ചർ എന്താണ്, ഡെത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ നേച്ചർ എന്താണെന്ന് സ്ഥാപിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. രണ്ട് പർപ്പസ് ആണ് അവിടെ പറയുന്നത്, അതൊന്ന് നോക്കാം.
പിന്നെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Expand ML autopsy. ML autopsy. Expand ML autopsy. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ML autopsy എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. Medical legal autopsy is executed with the aim of providing എന്താണ് അതിന്റെ എയിം നോക്കിയേ, providing answer to the questions about the identified cause of death, time of death, situation of the death, etc. ഇപ്പൊ നോക്കിയേ, ഈ നമ്മുടെ ആളുകളുടെ കാരണം എന്താണ്, പിന്നെ അത് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഐഡന്റിഫൈ ദ കോസ്, ഡെത്തിന്റെ കാരണം, ടൈം ഓഫ് ഡെത്ത്, ആ മരിച്ച ടൈം, സിറ്റുവേഷൻ, എന്ത് ആ ഡെത്തിന്റെ സിറ്റുവേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. Okay, with the aim of providing answer to the question about identify cause of death, time of death, situation of the death, etc. എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ഇത് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ബെനിഫിറ്റിംഗ് ദ ലോ ഓഫ് എൻഫോഴ്സിംഗ് ഏജൻസി ടു സെറ്റിൽ ദ ക്രൈം. എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ആ ക്രൈം എന്താണെന്നൊക്കെ, അത് കുറ്റകൃത്യം അത് തീർപ്പാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എൻഫോഴ്സിംഗ് ഏജൻസിക്കും ബെനിഫിഷ്യൽ ആണ് മെഡിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. is also benefiting the law of enforcing agency to settle the crime. ആ ക്രൈം ഒക്കെ സെറ്റിൽ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എൻഫോഴ്സിംഗ് ഏജൻസിനെക്കും ഒരു ബെനിഫിഷ്യൽ ആണ് ഈ ML ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അപ്പൊ അങ്ങനെ രണ്ട് ഇത് നോക്കാം. പിന്നെ പർപ്പസ് ഓഫ് ML ആണ് കേട്ടോ, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി എന്നാണ് അത്. എന്തൊക്കെയായിരുന്നു അതിന്റെ പർപ്പസ്? exact cause and manner of death. To find out exact cause and manner of death. ഡെത്തിന്റെ കൃത്യമായ കാരണം എന്താണ്, എക്സാക്ട് കോസ്, ഡെത്തിന് കൃത്യമായിട്ടുള്ള കാരണം എന്താണ്, അതുപോലെ മാനർ എന്തൊക്കെയാണ്, ആ രീതി എന്തൊക്കെയാണ്, ഡെത്തിന്റെ കാരണവും രീതിയൊക്കെ ഫൈറ്റ് ഔട്ട് ചെയ്യാൻ. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താ, establish identity of the deceased. To establish identify of the deceased. മരിച്ച ആളുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, to identify, to identity, to establish identity of the deceased. മരിച്ച ആളുടെ ഐഡന്റിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേർഡ് പോയിന്റ് എന്താ, to find out to find out time since the death. മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. നമ്മള് ഇത്ര സമയമായി, ഇപ്പൊ മരണം സംഭവിച്ചിട്ട് 2 മണിക്കൂറായി അല്ലെങ്കിൽ 5 മണിക്കൂറായി മരിച്ചിട്ട്, അങ്ങനെ ആ ഒരു മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ML ഓട്ടോപ്സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റ്, to collect trace evidence. Trace evidence. To collect trace evidence. തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഓരോ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും. To collect the trace evidence. പിന്നെ അടുത്ത ഫിഫ്ത് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ, Reorganization of the crime scene. Reorganization of the crime scene. കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പുനഃസംഘടന. അതിന്റെ അതൊന്ന് ഒന്നുകൂടി നമ്മളൊന്ന് എന്താ പറയാ, അത് ഏത് സ്ഥലത്താണ് നടന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പൊ അവരുടെ ഓട്ടോപ്സി ചെയ്യുമ്പോ, ML ഓട്ടോപ്സി ചെയ്യുമ്പോ തന്നെ എന്താ പറയാ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളൊക്കെ നമുക്ക് കിട്ടാതിരിക്കില്ല.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏത് സ്ഥലമാണെന്നൊക്കെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ കിട്ടും. അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും അംശങ്ങള് വെള്ളം ഇത് അപ്പൊ മുങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ പായലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏകദേശം ആ സ്ഥലം എവിടെയാണ്, ആ ഒരു ഇത് ഉള്ളത് എവിടെയാണെന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ഓക്കെ. പ്രീ ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ്, ML ഓട്ടോപ്സിയുടെ പർപ്പസ്. അപ്പൊ അതൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിഫൈ ഓഫ് ദ ഡിസീസ്ഡ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. പിന്നെ അടുത്ത തേർഡ്, ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത് സംഭവിച്ചിട്ട് എത്ര സമയമായെന്ന് കണ്ടെത്താൻ. ടു കളക്ട് ദ ട്രേസ് എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കാൻ. റീ ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പുനഃസംഘടന. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് എഴുതിക്കോട്ടോ. ML ഓട്ടോപ്സി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ML autopsy is performed PRFORMED. ML autopsy is performed by dash. ആരെ പെർഫോം ചെയ്യുന്നേ? ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ. ഫോറൻസിക് എക്സ്പെർട്ട്. ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ഫോറൻസിക് എക്സ്പേർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Clinical autopsy is performed by pathologist. Okay. Usually the clinical autopsy is performed by the pathologist and ML autopsy, medical legal autopsy, is by forensic expert. അത്രേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിലും എഴുതിയായിരുന്നു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആംബുലൻസ് സർവീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കൂടി നമുക്കുള്ളൂ, വെന്റിലേറ്റർ. അതുകൂടി നമ്മുടെ റിവിഷൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. ആംബുലൻസ് സർവീസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ.
Dash is a dash is a dash is a medically arranged vehicles, medically arranged vehicle which transport patients to treatment facilities. Patient to treatment facilities. Dash is a medically arranged vehicle which transport patients to treatment facilities. Ambulance. Okay, ambulance. Ambulance is medically arranged vehicle which transport patient to treatment facilities such as hospitals. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, അതായത് ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ് ആംബുലൻസ്. അത് തന്നെ കേട്ടാൽ തന്നെ അറിയാം അല്ലെ, മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, ആംബുലൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Expand EMS capital letters എഴുതുക. Expand EMS. The expanded form എന്താ? Emergency medical service. Emergency medical service. Okay. Ambulance are used to react to medical emergency by emergency medical service, EMS. Next question. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Ambulance. അപ്പൊ ചോദിക്കാം, ആംബുലറെ എന്ന് പറയുന്ന ഏത് വേർഡ് ആയിരിക്കും? ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൂടി നോക്കാം, രണ്ട് ഇത് ചോദിക്കാം. ആംബുലറെ is which type word? Latin word. The Latin word ambulare. Next question. The word ambulare means dash. The word ambulare means dash. The meaning of To walk or move about. to walk or move about. ഏതാണ് ഓപ്ഷൻസ് നോക്കാം. 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് ടു വാക്ക് എന്നാണ് ആൻസർ കറക്റ്റ് എങ്കിൽ അത് എഴുതാം. മൂവ് അബൌട്ട് എന്നാണെങ്കിൽ അത് എഴുതാം. നോക്കാം, ടു വാക്ക് ഓർ മൂവ് അബൌട്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് there are so many type of ambulance. ഏതൊക്കെയായിരുന്നു 3 type of ambulance? ഏതൊക്കെയാണ്? road going ambulance, Air going ambulance. air going ambulance, water going ambulance. അപ്പൊ അതിന്റെ എക്സാമ്പിൾസും കൂടി നോക്കി വെക്കാം കേട്ടോ. റോഡ് ഗോയിങ് ആംബുലൻസ്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ്, ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസ് വരുന്നതാണ്. എയർ ഗോയിങ് ആംബുലൻസ്, ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്, ബോട്ട്, ഹോസ്പിറ്റൽസ്, ഷിപ്സ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതാം.
Which of the following Which of the following not comes under which of the following not comes under road going ambulance? Options പറയട്ടെ. Yes, teacher. Option A എഴുതാം, bicycle. Teacher, comes under കഴിഞ്ഞിട്ട് എന്താ പറയുക? Not comes under road going ambulance. Not comes under road going ambulance. Which of the following not comes under road going ambulance? Options പറയാം. Option A, bicycles. Option B, motorcycle. Option C, aircraft. Option D, vans. VANS, vans. അതിനകത്ത് ഏതാ റോഡ് ഗോയിങ് ആംബുലൻസിൽ അല്ലാത്തത്? എയർക്രാഫ്റ്റ്. ഓക്കെ, അതുപോലെ ഏതാണെങ്കിലും ചോദിക്കാം കേട്ടോ. അത് മൂന്നൊന്ന് നോക്കി പോവുക. ഇനി ഫങ്ഷണൽ ടൈപ്പാ നമ്മൾ പറഞ്ഞത്. ഫങ്ഷണൽ ടൈപ്പ് വെച്ചിട്ട് ആംബുലൻസിന്റെ എത്രയാ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് നോക്കി? ഫങ്ഷണൽ ടൈപ്പ് വരുമ്പോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആംബുലൻസ് ഉള്ളേ? എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. ഇങ്ങനെ ഫങ്ഷണൽ ടൈപ്പ് നോക്കുമ്പോൾ ആംബുലൻസിന് നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് എമർജൻസി ആംബുലൻസ് ആണ്. എമർജൻസി ആംബുലൻസ്. അപ്പൊ നോക്കിയേ, എമർജൻസി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ പെട്ടെന്ന് മുറിവ് ഇഞ്ചുറി ഒക്കെ പറ്റുകയാണെങ്കിൽ ആ പേഷ്യൻസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും എമർജൻസി ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു. ആർക്ക് കെയർ കൊടുക്കാൻ? വിത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഉള്ള സ്റ്റേജിലുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസ് ഒക്കെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എമർജൻസി ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ്. ഇത് ഏതൊക്കെയാവാം? റോഡ് ഗോയിങ് വാൻസ് ആവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോഡ്സ് കാർട്ടുകൾ പോലുള്ള ഇതൊക്കെ ആവാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. എഴുതാം. Which of the following ambulance is used to give care to patients with a critical illness or injury. Care to patients with a critical illness or injury. Emergency.
ഏത് ആംബുലൻസ് ആണ്? എമർജൻസി ആംബുലൻസ്. അപ്പൊ ഓപ്ഷൻസ് വേണ്ടല്ലോ, അതിനകത്ത് ഏത് വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് വരാം. ചാരിയാട്രിക് ആംബുലൻസ്, ആംബുലൻസ് ബസ്, പിന്നെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, എമർജൻസി ആംബുലൻസ്. അതിൽ നിന്ന് ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് അങ്ങനെയുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ റോഡ് ഗോയിങ് വാനുകളാവാം, ബോട്ടുകളാവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ആവാം, ഗോൾഫ് കാർട്ടുകൾ ആകാം, എമർജൻസി ആംബുലൻസ് ആവാം. നെക്സ്റ്റ് വൺ, which of the following type of ambulance? Which of the following type of ambulance which of the following type of ambulance is used to transporting patients to from or between location of medical treatment for non-urgent care. Patient transport ambulance. ഇതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഇതെന്ന് പറയാം ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഓർ ഫ്രം ഓർ ബിറ്റ്വീൻ ദ ലൊക്കേഷൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ ഓർ ഡയാലിസിസ് സെന്റർ. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു പേഷ്യന്റിന് ഡോക്ടറിനെ കാണാനായിട്ട് ഇപ്പൊ ക്രിട്ടിക്കൽ ഒന്നും അല്ല, അല്ലെങ്കിൽ എമർജൻസി ഒന്നും അല്ലാതെ അപ്പൊ ഇന്ന ദിവസം ഡോക്ടറിനെ കാണണം, നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന ദിവസമാണെന്നൊക്കെ അറിയാലോ. അപ്പൊ ആ ഒരു ടൈമിൽ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, അങ്ങനെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അത് അത്ര നോൺ അർജന്റ് കെയർ ഒന്നും അല്ല, അർജന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഓൾറെഡി ഒരു ഫിക്സ്ഡ് ഡേറ്റ് ഉണ്ടാവുമല്ലോ. ഈ മാസം ഡയാലിസിസ് ചെയ്യുമ്പോൾ ഡോക്ടർ തന്നെ പറയും അടുത്ത മാസം ഒരു 25-ാം തീയതി നെക്സ്റ്റ് ഡയാലിസിസ് ചെയ്യണം, ഡേറ്റ് പറയും. അപ്പൊ അന്ന് പോകാൻ അന്ന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇന്ന ഡേറ്റിൽ പോകണം എന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ മുൻകൂർ ഡേറ്റ് ഒക്കെ ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ ആ സമയത്ത് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഉള്ള ട്രാൻസ്പോർട്ടിംഗ് ആംബുലൻസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അത്ര ഒരു എമർജൻസി കാര്യങ്ങളൊന്നും അല്ല, ഓൾറെഡി ഒരു ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഡോക്ടറിനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ളതാണ് കേട്ടോ. ഡയാലിസിസ് സെന്റർ ഓർ നോൺ അർജന്റ് കെയർ, ദിസ് ക്യാൻ ബി വാനുകളാവാം, ബസ്സസ് ആവാം, ഓർ അതർ വെഹിക്കിൾസ് ആവാം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ആംബുലൻസ് ബസ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following type of ambulance is used to transport a great number of patients, great number of patients
Which of the following type of ambulance is used to transport a great number of patients? Options ഞാൻ പറയാം. Emergency ambulance. Option A, emergency ambulance. Option B is the ambulance bus. Ambulance bus. Option C is the rapid organ recovery ambulance. Option C, rapid organ recovery ambulance. Next is the option D, charity ambulance. Charity ambulance. ഏതാ? ആംബുലൻസ് ബസ്. ഓപ്ഷൻ ഡി. Okay, നമ്മളിപ്പോ പറഞ്ഞല്ലോ ഈ ഹ്യൂജ് ആംബുലൻസ് ആണ് യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസസ് ദാറ്റ് ക്യാൻ ബി മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യന്റ്. ഇപ്പൊ ഒരു പെട്ടെന്ന് എന്താ പറയാ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു ബസ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവിടെ നമ്പർ ഓഫ് പീപ്പിൾ ഒത്തിരി പേരുകൾ ആക്സിഡന്റിൽ പെട്ടു. അപ്പൊ ഓരോ ആംബുലൻസ് വിളിച്ച് ഓരോ പേഷ്യന്റിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒത്തിരി ആളുകളെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനെയുള്ള കുറെ ആളുകളെ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. ഇത് 10-18 പേരുകൾ അങ്ങനെയൊക്കെ കുറെ ഹ്യൂജ് ആളുകൾക്ക് ഒരുമിച്ച് എന്താ പറയാ ട്രാൻസ്പോർട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ്. ലാസ്റ്റ് സെന്റൻസ് നോക്കുക. ദേ ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. കുറെ ആളുകൾ ഒരുമിച്ച് ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. ഒരു അപകടമൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പേരുകൾക്ക് ഒരുമിച്ച് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അതാണ് ആംബുലൻസ് ബസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്തത് നോക്കിയേ, ചാരിറ്റി ആംബുലൻസ് ആണ്. അപ്പൊ ഒരു ചാരിറ്റി നടത്തുന്നതാണ്. ഇത് സർവീസ് പോലെയാണ്, അവിടെ ഫ്രീ ആണ് അവര് ട്രാൻസ്പോർട്ടിന് പ്രത്യേക ചാർജ് ഒന്നുമില്ല, അത് ഫ്രീ ആണ്. അത് ഒരു ട്രസ്റ്റ് ആവാം, പാലിയേറ്റീവ് കെയറുകളില്ലേ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ നടത്തുന്നതായിരിക്കാം, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇതിന്റെ സർവീസ് പൈസയൊന്നും അത് കൊടുക്കണ്ട, ഫ്രീ ആയിരിക്കും. അതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. എ പെക്യുലിയർ മോഡ് ഓഫ് patient transport ambulance is given by a charity. അപ്പൊ അതറിയാലോ, is given by a charity. Dash is a patient transport ambulance is given by a charity. Charity നൽകുന്ന ആംബുലൻസ് അതാണ് ചാരിറ്റി ആംബുലൻസ്. For the purpose of taking sick children or adult on outgoing or vacation away from hospitals, hospice or care homes where there are in a long-term care. Example include the United Kingdom's Chamberlain's project. These are commonly based on a bus. ഇപ്പൊ ഒരു എന്താ പറയാ കെയർ ഹോംസുകള്, ഈ വൃദ്ധസദനം, അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള ഈ സിക്കായിട്ടുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനം. അപ്പൊ അവിടുത്തെ കുട്ടികളെയൊക്കെ എന്താ പറയാ ലോങ് ടേം കെയർ ആണ്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വൃദ്ധസദനത്തിലൊക്കെ താമസിക്കുന്ന അവരാണെങ്കിലും അന്തേവാസികള് അവർക്കൊക്കെ ആണെങ്കിലും എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലോങ് ടേം കെയർ ആണ്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഇതിനകത്ത് കൊടുക്കുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. ഇത് ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഫ്രീ ആയിരിക്കും, അവിടെ പ്രത്യേകം പൈസയൊന്നും കൊടുക്കണ്ട. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോ ഇങ്ങനെ പൈസ കൊടുത്ത് പോകാനുള്ള ഇത് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിക്കുക അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. is given by charity. പേരിൽ നിന്ന് തന്നെ അറിയാം, patient transport ambulance is given by a charity for the purpose of taking sick children or adult on outgoing or vacation away from hospital, hospice or care homes. And they are in long term care ആണ് കേട്ടോ, long term care ആണ് വേണ്ടിയാണ്.
ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. In which of the following ambulance is used to extremely overweight patients equipped with the proper tools to move and manage these patients. ഏതാണ് ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ? ബാരിയാട്രിക് ആംബുലൻസ് ആണ്. ബാരിയാട്രിക് ആംബുലൻസ്. അപ്പൊ ഇങ്ങനെ നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് ആംബുലൻസിലേക്ക് എടുത്ത് അങ്ങോട്ട് കയറ്റാനൊക്കെ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും അവരെ അനങ്ങാതെ കാലൊക്കെ കൈയൊക്കെ അനങ്ങാതെ അവരെ അതൊക്കെ എടുത്ത് കയറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബാരിയാട്രിക് ആംബുലൻസ്. ഇറ്റ്സ് എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർവെയിറ്റ് പേഷ്യൻസ്. അപ്പൊ അവര് ഇങ്ങനെ എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ സീറ്റ് കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും. അപ്പൊ അവരെ പതുക്കെ ഒന്ന് തള്ളി കഴിഞ്ഞാൽ നേരെ അവര് ആ ആംബുലൻസിൽ അതിന്റെ ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉള്ളതാണ്. അവര് എടുത്ത് പൊക്കി കയറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഇതാണ് ബാരിയാട്രിക് ആംബുലൻസ്. എക്സ്ട്രീംലി ഓവർവെയിറ്റ് പേഷ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ആണ്. നോക്കിയേ, to collect the bodies of individuals who have died suddenly from heart attack, accident and other emergency and try to preserve the organs. അപ്പൊ അങ്ങനെ പെട്ടെന്നുള്ള സാഹചര്യം, ഹാർട്ട് അറ്റാക്കോ ആക്സിഡൻസ് ഒക്കെ പറ്റി പെട്ടെന്ന് ഇങ്ങനെ മരിച്ച ആളുകളുടെ ആ ബോഡിയൊക്കെ ഇതാക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്കുടെ ഓർഗൻ പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കുടെ ഓർഗൻസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം, collect the bodies of individuals who have died suddenly from heart attack, accidents and other emergencies and try to preserve the organ. അപ്പൊ അവർക്കുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഇനി ലാസ്റ്റ് 7th വണ് സൈക്യാട്രിക് ആംബുലൻസ്. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് ദ സൈക്യാട്രിക് എമർജൻസിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഫങ്ഷണൽ ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ 7 ടൈപ്പ് ഓഫ് ആംബുലൻസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. സൈക്യാട്രിക് ആംബുലൻസ് committed committed to treat dash. Psychiatric ambulance committed to treat dash. ഇതിനെ ട്രീറ്റ് ചെയ്യാനാണ് psychiatric emergencies. Next one.
Next one, next question. Based on the level of care, based on the level of care, based on the level of care, road ambulance classified into, based on the level of care, road ambulance classified into dash. എത്ര ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കണേ? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, റോഡ് ആംബുലൻസ് ക്ലാസിഫൈഡ് ഇൻടു എത്രയാണ്? 4 types. 4 types. Okay, very good. 4 types. ലെവൽ ഓഫ് കെയർ അനുസരിച്ച് റോഡ് ആംബുലൻസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ടൈപ്പ് എ ടൈപ്പ് ഉണ്ട്. ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. പിന്നെ അടുത്ത് ടൈപ്പ് ബി ഉണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. പിന്നെ ടൈപ്പ് സി ഉണ്ട്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വൺ ടൈപ്പ് ഡി ആംബുലൻസ്. അത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഓക്കെ, അങ്ങനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Expand CMVR, capital letters എഴുതുക. Expand CMVR. Central Motor Vehicle Rules. Central Motor Vehicle Rules. Type A type. ഇത് സാധാരണ ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. അതിന്റെ പ്രത്യേകത നോട്ട് അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾസ്. എന്താ പറയാ, എന്റെ ആംബുലൻസിന്റെ അകത്ത് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. നോട്ട് അവൈലബിൾ മെഡിക്കൽ ഫെസിലിറ്റി. വെറുതെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നല്ലാതെ ഇപ്പം പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സാധാ ടൈപ്പ് ആംബുലൻസ്, അതാണ് ടൈപ്പ് എയിൽ വരുന്നത്. ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് ദ വെഹിക്കിൾ. ഓക്കെ, ടൈപ്പ് എ സാധാരണ ടൈപ്പാണ്, കോമൺ ടൈപ്പ് ഓഫ് ആംബുലൻസ്. അതായത് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. നെക്സ്റ്റ് ടൈപ്പ് ബി ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് എ ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഫ്രം or between the place or medical treatment such as hospital. രണ്ടാമത്തെ ടൈപ്പ് ബി നോക്കിയേ, നോർമലി ക്രൂഡ്. ക്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂ, CREW, ക്രൂ, ജോലിക്കാര്. ബൈ സ്റ്റാഫ് വിത്ത് എ ലെസർ ക്വാളിഫിക്കേഷൻ, അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതുള്ള സ്റ്റാഫുകളൊന്നുമല്ല രണ്ടാമത്തെ ടൈപ്പ് ബിയിൽ വരുന്നത്. ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസിലെ ജോലിക്കാരുടെ അത്രയും ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ടൈപ്പ് ബിയില്, ബി ടൈപ്പ് ആംബുലൻസിൽ ഡ്യൂട്ടി. എന്താ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ് to or from or between the place of medical treatment such as hospital. ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ളതോ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യാൻ പാകത്തിന് അറിയാവുന്ന സ്റ്റാഫുകളോ ഒന്നും ആവണമെന്നില്ല അതിനകത്ത്. ഓക്കെ, സാധാരണ ഉള്ള ജോലിക്കാര്.
അത്രേ ഉള്ളൂ. നോർമലി crewed by staff with a lesser qualification than the crew of the emergency ambulance. എമർജൻസി ആംബുലൻസിലുള്ള ജോലിക്കാരുടെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. അവർക്കുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ടൈപ്പ് സി ആണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. A vehicle designed for efficiency and comfort in the working environment, suitably equipped and suitable staff for the transport and the treatment of patients requiring non-invasive airway management, basic monitoring. അപ്പൊ അത്യാവശ്യം നമ്മൾ എന്താ പറയാ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്ന ഒരു നോളജ് ഉള്ള ഒരാളായിരിക്കണം ആ ടൈപ്പ് സി ആംബുലൻസിൽ വേണ്ടത്. അതിനകത്ത് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ അത്യാവശ്യം ലൈഫ് സപ്പോർട്ട് മെഷീൻസ്, ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ അറിയുന്ന തരത്തിലുള്ള ആളുകളും വേണം അതിനകത്ത് ഇത് ജോലിക്ക് ആംബുലൻസിൽ നിൽക്കാനായിട്ട്. പിന്നെ അടുത്ത് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സിലേക്ക് കണ്ട ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ് ഇങ്ങനെയുള്ളതൊക്കെ ആ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. In which of the following type of road ambulance comes under basic life support ambulance? Question എഴുതി കഴിഞ്ഞോ? In which of the following type of road ambulance comes under basic life support ambulance? Options are type A, option B type B, C type C, option D type D. 4 types തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് ടൈപ്പ് ആംബുലൻസിൽ വരുന്ന? ടൈപ്പ് ടൈപ്പ് ഏത് ടൈപ്പാ? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏതിന്റെ കീഴിൽ വരുന്ന, ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് സർവീസിൽ വരുന്ന? ടൈപ്പ് സിയിൽ വരുന്നതാണ്. ടൈപ്പ് സി ഫങ്ഷണൽ ടൈപ്പ് ഇപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞത് ഇതിന്റെ ടൈപ്പ് ഓഫ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, അതിൽ നിന്ന് കിട്ടുന്ന കെയറിന് ബേസ് ചെയ്തിട്ട് റോഡ് ആംബുലൻസിനെ നമുക്ക് 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്നതാണ് ടൈപ്പ് എ വരുന്നുണ്ട്, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അതിനകത്ത് ആ ഹെഡിങ് നിങ്ങൾ നോക്കാം. ടൈപ്പ് സിയിലാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് വരുന്നത്, ടൈപ്പ് സി. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ടൈപ്പ് ഡി ആണ്, ഡി ടൈപ്പ് ആംബുലൻസ് ആണ്. അത് നോക്കിയേ, is also known as cardiac care ambulance. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അഡ്വാൻസ്ഡ് life support ambulance, advanced life support ambulance, also known as dash. Advanced life support ambulance is also known as dash. എന്തെന്ന് അറിയപ്പെടുന്നേ? ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ് എന്നാണ് അറിയപ്പെടുന്നത്.
Type D ambulance. Okay, a vehicle designed ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management and intensive monitoring. ഈ എന്താ പറയാ ആ ഹോസ്പിറ്റലില് തന്നെ അതേ ഒരു ഫെസിലിറ്റി കിട്ടുന്ന രീതിയിൽ ഇപ്പൊ ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ വേറൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ICUലൊക്കെ കിടക്കുന്ന അതേ ഫെസിലിറ്റി തന്നെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് D. അത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഓക്കെ, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. This equipped with the advanced life support machine. Such as defibrillators, a machine used to resume the heart. The ECG machine used to keep a check on the heart rate of a person. Heart rate check ചെയ്യാനുള്ള ECG machines ഉണ്ടാവും, ventilators ഉണ്ടാവും, oxygen cylinders ഉണ്ടാവും, pulse oximeter, then next resuscitation kit, suction machine, nebulizer and BP apparatus. ഇങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഉള്ള ആംബുലൻസ് ആണ് ടൈപ്പ് D ആംബുലൻസ്. അതിനകത്ത് പറയുന്ന അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതിന്റെ ആ രണ്ടാമത്തെ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കിയേ, അതിനകത്ത് വരുന്ന ഓരോന്നും നോക്കണം കേട്ടോ. A machine used to resume the heart. അപ്പൊ അവിടെ ചോദിക്കാം, dash is a machine used to resume the heart. ഏതാ? Defibrillators. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാം, dash is used to keep the check on the heart rate of a person. ഹാർട്ട് റേറ്റ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാ? ECG. പിന്നെ വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ. അതെന്തിനു നോക്കിയേ? യൂസ്ഡ് ടു ചെക്ക് ഓഫ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൾസ് ഓക്സിമീറ്റർ. അത് നോക്കണം കേട്ടോ. Dash is used to check for the amount of oxygen in the blood. അതും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. Dash is used to check for the amount of oxygen in the blood. Amount of oxygen in the blood. ഏതാണ്? ഓക്സിമീറ്റർ. അപ്പൊ അതിന്റെ മൂന്ന് നോക്കിയോളണം കേട്ടോ. A machine used to resume the heart, defibrillators, machine used to keep the check on the heart rate നോക്കുന്നത്, ECG, പിന്നെ used to check for the amount of oxygen, ബ്ലഡിലെ ഓക്സിജൻ ലെവൽ നോക്കാനായിട്ട് പൾസ് ഓക്സിമീറ്റർ, പിന്നെ അടുത്തത് പൾസ് ഓക്സിമീറ്റർ. അത് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ചോദിക്കുള്ളൂ. ഡാഷ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, ഇന്നിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ഇതിന്റെ ബാലൻസ് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. അപ്പൊ ബാലൻസ് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. രണ്ടുപേരും ഒന്നും വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കേരള കൈമുറ്റായിട്ട് ഇതൊന്ന് വായിച്ചു വെക്കാം. അപ്പൊ നമുക്ക് വേഗം ആൻസേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടുന്ന സമയം ഇനി നിങ്ങൾക്ക് കുറച്ച് ടൈമുള്ളൂ എക്സാമിന്. അപ്പൊ മാക്സിമം നിങ്ങൾ ആ ടൈമിൽ ഇരുന്ന് പഠിക്കുക. ഇപ്പൊ ക്ലാസ് ആണെങ്കിൽ റെഗുലർ ആയിട്ട് കാണുക. റിവിഷൻ ക്ലാസ് റിവിഷനാന്ന് വിചാരിച്ച് കയറാതിരിക്കരുത്, റിവിഷൻ ക്ലാസ്സിൽ കയറുക. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസും ഇതുപോലെ ഒന്ന് ചാപ്റ്റർ ഒന്നുകൂടിയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. ഈ ടൈമും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്നാ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ക്ലാസ്സിൽ എഴുതാം കേട്ടോ. Okay. Thank you, teacher. Okay, thank you.